ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് ആരെയും സഹായിക്കാൻ നിൽക്കേണ്ട, കുരുക്ക് വീഴും. കെണിയിൽ വീണത് ഒട്ടേറെ പേർ. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് നമ്പറിലേക്ക് കുറച്ച് കാശ് അയക്കുന്നുണ്ട്, ഒന്ന് എടുത്തു തരാമോ എന്ന് പറഞ്ഞ് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ സൂക്ഷിക്കുക. കോട്ടക്കൽ നഗരത്തിൽ നടന്ന ഈ സംഭവം എല്ലായിടത്തും നടക്കുന്നുണ്ട്. ജാഗ്രത പാലിക്കുക. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, കോട്ടക്കൽ IP വിനോദിലേട്ടൂരാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഈ വാർത്ത നിങ്ങൾ കൊടുത്താൽ ഒരുപാട് കോട്ടക്കൽ ആളുകളെ നമുക്ക് സൈബർ ക്രൈമിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. അതായത് നാട്ടിലാരെങ്കിലും മറ്റൊരു സുഹൃത്ത് വിളിക്കും, എന്നിട്ട് പറയും, നിന്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് നോക്കട്ടെ, നിന്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു 5 ലക്ഷം രൂപ ഇട്ട് തന്നാൽ അത് നീ വിഡ്രോ ചെയ്ത് തന്നാൽ മതി, നിനക്ക് കമ്മീഷനായിട്ട് ഒരു 5000 രൂപ തരാമെന്ന് പറയും. അപ്പം പണിയില്ലാതിരിക്കുമ്പോൾ എല്ലാവരും ശരിയെന്ന് പറയും. അപ്പം അങ്ങനെ ഈ കോട്ടയ്ക്കലിലെ മുഹമ്മദ് ഹുസൈദ് കാവതിക്കളത്തുള്ള ആളാണ്. ഇയാളെ ഒരു സുഹൃത്ത് വിളിച്ചു. സുഹൃത്ത് ആട്ടീരിയുള്ള, അവൻ്റെ പേരെന്ത് പറഞ്ഞ, ആട്ടീരിയുള്ള ഖാദർ എന്ന് പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു, ഒരു 4 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരും, അപ്പം അത് എനിക്ക് എടുത്തു തന്നാൽ ഒരു നിനക്ക് കമ്മീഷനായിട്ട് 3500 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മുഹമ്മദ് ഹുസൈദ് എടുത്തു കൊടുത്തു. ഇപ്പോൾ പെട്ടെന്ന് തമിഴ്നാട് പോലീസ് ഈറോഡ് സൈബർ സെൽ പോലീസ് സബ് ഇൻസ്പെക്ടർ SI C ഭാരതി രാജ, കൂടെ K ഗൗരിശങ്കർ, R പൂവളകൻ, ഭുവനേഷ് കുമാർ, ഈ പോലീസുകാരെല്ലാം കൂടി വന്നു. അവനെ വീട്ടിൽ വെച്ച് പിടികൂടി. അവൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തതും അത് തിരിച്ച് ഇട്ടുകൊടുത്തതും തിരിച്ച് അത് ചെക്ക് വഴി വിഡ്രോ ചെയ്തിട്ട് ആ ക്യാഷ് മുഴുവൻ എടുത്തിട്ട് തിരിച്ചു കൊടുത്തതായിട്ടുള്ള കാര്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവൻ സമ്മതിച്ചു, ഞാനതിൽ യാതൊരു കുറ്റവാളിയില്ല, ഞാൻ തെറ്റും ചെയ്തില്ല. അവൻ കുറേ കരഞ്ഞു നോക്കി. പക്ഷേ എവിഡൻസ് അവന് എഗെയിൻസ്റ്റ് ആണ്. സത്യം പറയുന്നത് ഇവനതിൽ നിരപരാധിയാണ്. അവൻ ആ ക്യാഷ് കൊടുത്തു എന്നേ ഒരു മനുഷ്യത്വ ലെവലിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ക്രൈം എന്ന ലെവലിൽ ഇവൻ പ്രതി തന്നെയാണ്. കാരണം താൻ അറിയാത്തൊരു ക്യാഷാണല്ലോ അവൻ എടുത്ത് വേറെ കൊടുത്തത്. അപ്പോൾ ഇതേ മോഡസിൽ ഒരുപാട് പേര് കോട്ടയ്ക്കിൽ ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാർത്ത ഒന്ന് ഫ്രെയിം ചെയ്തൊന്ന് കൊടുക്കണമെന്നായിരിക്കും. അതായത് ആരെങ്കിലും ക്യാഷ് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കരുത്, നിങ്ങൾ ജയിലിൽ പോയി പോകും എന്ന് പറയാം. അവനിപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈറോഡിലേക്ക് കൊണ്ടുപോകണം. അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഈ ഒരു ശൃംഖലയിൽ വഴി ആർക്കെങ്കിലും പണം തട്ടിപ്പുണ്ടെങ്കിൽ, ആരും പണം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷനായിട്ട് കോട്ടക്കൽ സ്റ്റേഷനിൽ വരണം. നമുക്ക് അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ, സൈബർ ഇൻസ്പെക്ടർ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം. ഈ വിവരം ഒന്ന് കൊടുത്താൽ ഉപകാരമായിരുന്നു.